രാവിലെ അമീസ് ദോശ മതി എന്ന് പറഞ്ഞിട്ട് അരി പുതിർത്ത് കുറച്ച് ബാക്കിയുണ്ടായിനെ. രാവിലെ അമ്മ പുട്ടാക്കിനെ. അപ്പോൾ ഇവള് പറഞ്ഞു എനിക്ക് ദോശ മതി പറഞ്ഞിട്ട് ഞാൻ ആ പച്ചരി പുതിർത്ത കുറച്ച് അധികമായിപ്പോയി. എന്നിട്ട് അവളോട് ഞാനിപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു കടിയാക്കി തരാം. അപ്പം ഞാൻ ഈ പച്ചരി എടുത്ത് ഇതാ കുറച്ച് തേങ്ങ ചിരകിയത്, തേങ്ങയുടെ നാല്, പിന്നെ ഇതാ കുറച്ച് ചോറ്, ഒരു നുള്ള ജീരകം. ജീരകത്തിൻ്റെ ചൊവ്വ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഒരു 2 ഏലക്കായ് പൊട്ടിച്ചത്. ഏലക്കായ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് മിക്സിയിൽ നിന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ അരി അരച്ചെടുത്തിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് എന്താ വെള്ളപ്പാവാക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോടിയുള്ളതാണേ. ഇത് നന്നായി ഇളക്കുക. പിന്നെ അപ്പക്കാരെല്ലാം മണം കേട്ടോ, നല്ല മണം. നല്ല മണം ഉണ്ടല്ലേ. പക്ഷെ അപ്പക്കാരല്ലാണ്ട് പൊന്തോന്ന് പറയാൻ കഴിയില്ല. നല്ല കളർ വന്നു. കാര്യപ്പത്തിൻ്റെ മണല്ലേ. നന്നായി മിക്സ് ചെയ്യാം. അമൃതംപൊടിന്റെ കളർ അല്ലേ. അമൃതംപൊടിയുടെ കളർ. നന്നായി മിക്സ് ചെയ്യും. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഉപ്പുണ്ടോ? ഇതിന് ഉപ്പുണ്ട്. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ചൂടോടെ തന്നെ നമുക്ക് കുക്കറിൽ വയ്ക്കാം. അപ്പം നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കത്തിക്കട്ടെ. നല്ലോണം ചൂടാകുമ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യിലെ ചൊവ്വ വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ. അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അയ്യോ ഒരു ഏലക്ക വീണു ചെയ്ത് ചാർലകൂട്ട്. തേങ്ങാക്കൊത്ത് കൊടുക്കാം. കുറച്ചുള്ളി, എല്ലാം കൂടെ ഒന്ന് മാറ്റിയെടുക്കും. ബ്രൗൺ കളറാവുന്ന വരെ. നല്ല ബ്രൗൺ കളറാട്ടെ. അപ്പം തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ നല്ലോണം ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. കയറിക്കൂല മീസ്. തേങ്ങാക്കൊത്തെല്ലാം ഒരു സൈഡിലേക്ക് മാത്രം പോയാലോ. എന്നിട്ട് തീ കൂട്ടി വെക്കുക. തീ കൂട്ടി വെച്ചിട്ട് കുക്കർ അടച്ചു വെക്കണേ. കേക്ക് പോലെ കിട്ടും. വെയിറ്റിട്ടുണ്ട. വെയിറ്റ് ഊരി വെക്കാം. നല്ലോണം ഒന്ന് കേക്ക് പോലെ മുറിക്കാൻ പറ്റുമോ? ചൂടാവും. കേക്ക് പോലെ മുറിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമുക്കിത് തുറന്നു നോക്കാം. ഇതായി അവസ്ഥ എന്ന് അറിയണ്ടേ. ഓ ഇങ്ങനെയായില്ല മീസേ. കുറച്ച് എന്താ ഇല്ല, കുറച്ചും കൂടെ ഊതാനുണ്ട്. കേട്ടെ, പൊന്തൽ കുറച്ച് കുറവാണ്. അപ്പക്കാരൊന്നും ഇട്ടില്ല, അതുകൊണ്ട് പൊന്തൽ കുറച്ച് കുറവാണ്. ഇവിടെ അടച്ചു വെക്കാം ഒരു 5 മിനിറ്റ്. അപ്പം നമുക്കിതെന്തായി അവസ്ഥ നോക്കേ. എന്തോ നോക്കട്ടെ. നല്ല മണല്ലേ. നല്ല മണം. അപ്പം നമ്മളെ കുക്കർ അപ്പം എന്തായി നോക്കാം. വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓഫാക്കേ. തണിഞ്ഞ ശേഷം നമുക്ക് എടുക്കാം. അത് അപ്പക്കാരോടാത്തോണ്ടപ്പോൾ എന്തായി ഞാൻ കേട്ടോ. നമ്മളെ കുക്കറപ്പം റെഡി ആയിട്ടുണ്ടേ. വേണ്ട
നമുക്ക് മുറിച്ചെടുക്കാം. അവിടെ വെച്ചിട്ട് മുറിച്ചോ? ഉം. വെച്ചിട്ട് അപ്പം നമ്മളെ കുക്കറപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടാ. കഞ്ചമ്മ എന്താ കേക്ക് പോലെ തന്നെ ഉണ്ടല്ലേ? അമ്മ ഒരു രസം നോക്കി രസമില്ലേ? ആ രാവിലത്തെ പച്ചരി നല്ല രസമുണ്ട്. രാവിലത്തെ പച്ചരി ബാക്കി ഉണ്ടായിട്ട് അത് അരച്ചിട്ട് കുക്കറിൽ നല്ലേ കളയണ്ടല്ലോ. രസമില്ലേ? അച്ചാച്ചനോട് എടുത്താ മതി.